പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച് സംസ്ഥാന സർക്കാർ ദുരന്ത ബാധിതരെ ചേർത്ത് പിടിക്കുമ്പോൾ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാതെ ഒഴിഞ്ഞു മാറി രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ സംസ്ഥാനത്താകെ അലയടിച്ചുയരുന്ന മഹാപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് കേന്ദ്ര സർക്കാരിന്റെ പ്രതിപുരുഷനായ ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവനെ ലക്ഷ്യമാക്കി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. വയനാടിന്റെ കണ്ണീർ മുനമ്പിൽ കണ്ണില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ മനുഷ്യത്വ വിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ രത്നവ്യൂഹം തീർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. ഒരു പ്രതിസന്ധിയിലും പകച്ചു പോകാത്ത ഇച്ഛാശക്തിയുടെ പേരാണ് കേരളം. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവകാശപ്പെട്ടത് ഈ നാട് ഒറ്റക്കെട്ടായി നേടിയെടുക്കും. ഈ നാടിന്റെ പോരാട്ടങ്ങളുടെ ഇന്നലെ സാക്ഷിയാക്കി നാം സമരമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയമായി വിഭിന്ന ചേരിയിലുള്ള സംസ്ഥാനങ്ങളെ വൈരവിരിയാതെ മുന്നിലോടുകൂടി നേരിടുന്ന സമീപനം ആധുനിക ജനാധിപത്യത്തിൽ ചേർന്നതെന്ന് നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഐതിഹാസികമായ രാജ്ഭവൻ മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന കടുത്ത അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ മഹാദൂരം തീർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരും നാളുകളിൽ സംഘടിപ്പിക്കുവാൻ പോകുന്ന അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് കടന്നു വരികയാണ്. ജീവിതം ഫോട്ടോ ഷൂട്ടല്ല പ്രധാനമന്ത്രി, നാം മത്സരം മാംസമുള്ള മനുഷ്യരാണ് എന്ന് ഒരു ജനത നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. നാം 3.5 കോടി മലയാളികൾ ഈ മഹാരാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കൂടി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വയനാട് ദുരന്തത്തിൽ പുനർവിനാശ സഹായം പ്രഖ്യാപിക്കാതെ മൗനം തുടരുന്ന കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ദുരന്ത നിവാരണ സഹായം ലഭ്യമാക്കുവാൻ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഫോട്ടോ ഷൂട്ടിനായി കൈവർ കോമൻസ് 2.5 വയസ്സുകാരി നൻസയെ പോലെ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മേലെ രാഷ്ട്രീയം കളിച്ച് വയനാട് പുനർവിനാശ സഹായം പ്രഖ്യാപിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ സംസ്ഥാനത്താകെ അലയടിച്ചുയരുന്ന മഹാപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങളുടെ ഔദാര്യമല്ല, അവകാശമാണെന്ന് കേന്ദ്ര സർക്കാർ ഞെട്ടിപ്പിച്ച സംഭവമാണ്. ഒരു പാതിരാത്രിയിൽ കിടന്നുറങ്ങിയ മനുഷ്യരെ അവിടുത്തെ ജനങ്ങളെ അപ്പോൾ തന്നെ അവരെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ പരിശ്രമവും നടത്തിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ദുരന്തബാധിതരെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റിന് കഴിഞ്ഞു. ദുരന്തം നടന്ന് ആ ദുരന്തം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്, ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ദുരന്ത ബാധിതരെ സംരക്ഷിക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കും എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി എന്ന് കേരളത്തിലെ എംപിമാർ ആവശ്യപ്പെട്ടിട്ട്, കേരളത്തിലെ മുഖ്യമന്ത്രി പലതവണ ആവശ്യപ്പെട്ടു, കേരളത്തിലെ മന്ത്രിമാരുടെ സംഘം ആവശ്യപ്പെട്ടു, റവന്യൂ മന്ത്രി പ്രത്യേകം പോയി ആവശ്യപ്പെട്ടു. ഒരു സംസ്ഥാനത്തിനൊരു ദുരന്തമുണ്ടായാൽ അവിടെ എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കേണ്ടത്, സഹായങ്ങൾ നൽകേണ്ടത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കടമയാണ്. നിർഭാഗ്യവശാൽ ഇന്നലെ അറിയിച്ചിരിക്കുകയാണ്, വ്യോമസേനയിലേക്ക് വിമാനം വന്നതിന് പൈസ എങ്ങോട്ടടക്കി നമ്മളെ ഇന്ന് പിടിക്കുകയാണ്. അത് നമുക്ക് ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ വരും. ആ പൈസയിൽ നിന്ന് വന്ന് പ്രഖ്യാപിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും വേണം, എല്ലാ സൗകര്യങ്ങളും കൂടി. പക്ഷേ നമ്മൾ മഴ കാക്കുന്ന വേഴാമ്പലിനെ പോലെ ഈ കേന്ദ്രത്തിന്റെ കനിവും കാത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ്, ഒറ്റപ്പെട്ട സംഭവമല്ല, കേരളത്തെ സാമ്പത്തിക ഉപരോധം തീർക്കുക, കേരളത്തിന് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക, BJPക്ക് ഇടമില്ലാത്തൊരു സംസ്ഥാനം, BJPക്ക് അവസരം കൊടുക്കാത്തൊരു സംസ്ഥാനം.